അപ്പോൾ വേദയുടെ മുത്തശ്ശി വേദേനെ വിളിക്കുകയാണ് കേട്ടോ. കമലയാണ് ഫോൺ എടുക്കുക. ഫോൺ എടുത്ത വഴിക്ക് മുത്തശ്ശി പറയുന്നുണ്ട് കമലയോട്, നമ്മൾ രണ്ട് കുടുംബം സന്തോഷത്തോടെ ജീവിക്കണം, വിക്രം വേദയും സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ നമ്മൾ വിചാരിച്ചതൊക്കെ തെറ്റിപ്പോയി. എൻ്റെ മോള് തന്നെ അതൊക്കെ നശിപ്പിച്ചു. അവളിങ്ങനെയൊക്കെ പറയുന്നൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ കമലയോട് പറയാൻ കേട്ടോ. അത് പറഞ്ഞു കഴിയുമ്പോഴാണ് അവിടേക്ക് വേദ വരിക കേട്ടോ. എന്നിട്ട് വേദയുടെ കയ്യിൽ കമല ഫോൺ കൊടുക്കുന്നുണ്ട്. വേദയോട് സത്യങ്ങളൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. രാവിലെ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു ശങ്കരൻ. ഞങ്ങളെ പെട്ടെന്നാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അപ്പം ഞാൻ മൊബൈൽ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാഞ്ഞത്. നീ തെറ്റിദ്ധരിച്ചു പോയല്ലോ മോളെ, നീ അബദ്ധം കാണിച്ചല്ലോ. എന്നാലും നീ ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നിനക്ക് ആ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ എന്നെ ഒന്ന് അന്വേഷിക്കായിരുന്നില്ലേ? ഞാൻ നിന്നോട് സത്യങ്ങൾ പറയായിരുന്നല്ലോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വേദ ആകെ വിഷമിച്ചും വേദയുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങിട്ടോ. കരയാൻ തുടങ്ങി വേദ. എന്നിട്ട് വേദ പറയും, ഞാൻ എന്ത് ചെയ്യും മുത്തശ്ശി? പെട്ടെന്ന് ശ്രീയേട്ടനൊക്കെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ ഞങ്ങൾ തെറ്റിക്കാൻ വേണ്ടി അച്ഛൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യായിരിക്കും. മുത്തശ്ശി എന്ന് പറയുകയും ചെയ്തല്ലോ, ശ്രീയേട്ടൻ എന്തൊക്കെയോ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, അതാവുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് വേദ പറയാണ് കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും നടന്നത് നടന്നു. ആകെ തകർന്നിരിക്കുകയാണ് ശങ്കരൻ, ആകെ തകർന്നു. ഇങ്ങനെ അവനെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇതിനു മുന്നേ. നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് അവൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയും, എന്നാലെങ്കിലും ശരിയാവുമെന്ന് നമുക്ക് നോക്കാമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ കേട്ട പാതി കേൾക്കാത്ത പാതി വേദ വേഗം പുറപ്പെടുകയാണ് കേട്ടോ. വേദയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വേഗം പോരുകയാണ്. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്ത്, വർഷ ഒക്കെ കൂടിയിട്ട് അച്ഛനോട് സംസാരിക്കുന്നതാണ് കേട്ടോ. അവർ എരിപിരി കയറ്റുന്ന പോലെ വേദേനെ കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. വേദ എന്തൊക്കെയാണ് അച്ഛന് ഒരു ബഹുമാനമില്ലാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തൊക്കെയായാലും ഞാൻ ചെയ്തിട്ടുണ്ട്. വിക്രത്തിനെ എന്തെങ്കിലും ട്രാപ്പിൽ പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവനെ കൊല്ലാനൊന്നും ഞാൻ ഒരിക്കലും ശ്രമിക്കില്ല അച്ഛാ. എൻ്റെ പെങ്ങളല്ലേ വേദ, എന്തൊക്കെ ആയാലും അവൾ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കൂ. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. വേദ പറഞ്ഞതൊക്കെ കള്ളാണ്. അവളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ആ ശ്രീനിവാസൻ തന്നെ ആയിരിക്കും അയാൾ ചെയ്ത തെറ്റുകൾ നമ്മുടെ മേൽ കെട്ടിവെക്കാനാണ് ആൾ നോക്കുന്നത്. അത് വിഡ്ഢിയായി വേദ വിശ്വസിക്കുകയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നെ ഇതിൽ എൻ്റെ അച്ഛനെ ഇപ്പോൾ അവൾ പ്രതി ചേർത്തിരിക്കുകയാണ്. എൻ്റെ അച്ഛൻ എന്ത് ചെയ്തിട്ടാണ്? എൻ്റെ അച്ഛന് വേദ എന്നെപ്പോലെ തന്നെയല്ലേ എൻ്റെ അച്ഛനും വേദയും എന്നൊക്കെ വർഷയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ എരിപിരി കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ വേദയോട് നല്ല ദേഷ്യം കൂടിയാണ് ശങ്കരന് ചെയ്യാൻ കേട്ടോ. ഈ സമയത്താണ് അവിടേക്ക് വേദ വരിക കേട്ടോ. വേദ ഗേറ്റിൽ നിന്ന് അവിടെ ഓട്ടോയിൽ വന്ന് ഇറങ്ങി കയറി വരുമ്പോൾ ആദ്യം കാണുക ദീപ്തിയാണ്. വേദയുടെ അനിയത്തിയാണ് വേദേനെ കാണുക. അനിയത്തി എല്ലാവരെയും വിളിച്ചിട്ട് പറയും. ഏറ്റവും അവസാനമാണ് മോള് പോയി അച്ഛനോട് പറയുക, ചേച്ചി വരുന്നുണ്ട് എന്ന് പറയുന്നത്. കേൾക്കുമ്പോഴേക്കും ശങ്കരൻ്റെ മുഖമൊക്കെ മാറും. ആകെ ദേഷ്യം വന്ന പോലെ ഇരിക്കും. ആ കൈ കിട്ടി അവളുടെ 2-3 ഫോട്ടോ ഒക്കെ ചുമരുന്ന് എടുത്തിട്ട് ശങ്കരനും അവളും കൂടി നിൽക്കുന്ന 2-3 ഫോട്ടോ ഒക്കെ കൈ കിട്ടിയത് വേഗം എടുത്തിട്ട് വന്നിട്ട് വീട്ടിലേക്ക് കയറുന്നതിന് മുന്നേ പുറത്ത് നിൽക്കുന്ന വേദയുടെ മുഖത്തേക്ക് വലിച്ചെറിയാണ് ചെയ്യുക കേട്ടോ. ആ ഫോട്ടോ ഒക്കെ അവിടെ പൊട്ടിക്കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും വന്നു. അപ്പോൾ എല്ലാവരും ഞെട്ടിട്ടോ. ശങ്കരൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഞെട്ടി. എന്നിട്ട് പറയുന്നുണ്ട്, പത്മ ഇവിടെ ഒരു ശുദ്ധി കലശം നടക്കാൻ പോവുകയാണ്. നമ്മളെ വേണ്ടാന്ന് വെച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവരൊന്നും ഇനി ഈ വീട്ടിലേക്ക് മടങ്ങി വരേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ കേട്ടോ. വേദ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. പോയവർ ആ വഴിക്ക് പോയിക്കോണം, ഇങ്ങോട്ട് ആരും വരേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ കേട്ടോ. പിന്നെ പറയുന്നുണ്ട്, അവസാന ശ്വാസം കൂടി നിലച്ച് കഴിഞ്ഞാൽ പൊതുദർശനത്തിന് വയ്ക്കും. അപ്പോൾ വേണച്ചാൽ ഒരു നോക്ക് വന്ന് കണ്ടു പോയിക്കോളാം പറയും ശ്രീകാന്തേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ശങ്കര നീ എന്തൊക്കെയാണ് പറയുന്നത്? പറഞ്ഞതൊന്നും പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറയുകയാണോ എന്ന് ചോദിക്കണം. അപ്പോൾ ശങ്കരൻ പറയുന്നുണ്ട്, അമ്മ മിണ്ടണ്ട, ഈ പറഞ്ഞത് അമ്മയോടും പത്മയോടും കൂടിയാണ്, രണ്ടുപേർക്കും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവളുമായിട്ട് ഒരു ബന്ധം നമുക്ക് ആർക്കും വേണ്ട, പറഞ്ഞു വിട്ടേക്ക്. ഇനി എന്നെ കാണാനാ പറഞ്ഞ് ഈ പടി ചവിട്ടി പോരുതെന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അയാൾ കയറി പോകാൻ ദേഷ്യം വന്നിട്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, കുഴപ്പമില്ല മോളെ, നീ വിഷമിക്കേണ്ട, അവനൊരു തെറ്റിദ്ധാരണ പിടിച്ചതാണ്, ഞാൻ സംസാരിക്കാം അവനോട്, നീ വായോ അകത്തേക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്താ മുത്തശ്ശി പറയുന്നത്?
ഇപ്പോൾ അവളെയും കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ മതി, അച്ഛനിപ്പോൾ അവൾ പറയുന്നതൊക്കെ കേൾക്കും. ഒരു തെരുവ് കൊണ്ടയ്ക്ക് വേണ്ടിയിട്ട് അച്ഛനൊരു നാടകക്കാരന്, അച്ഛൻ ഇവളുടെ മുന്നിൽ അങ്ങനെ ഒരു അഭിനയം നടത്തുന്ന ഇവൾക്ക് തോന്നിപ്പോയല്ലോ. അയാൾക്ക് വേണ്ടി നമ്മുടെ അച്ഛനെ അവൾ തള്ളി പറഞ്ഞില്ലേ. എന്തൊക്കെ ആയാലും നമ്മൾ 3 മക്കളിൽ ഏറ്റവും കൂടുതൽ അച്ഛനെ ഇഷ്ടം ഇവളെ ആയിരുന്നു. അച്ഛൻ്റെ സ്വപ്നങ്ങളെല്ലാം ഇവളെ ചുറ്റിപ്പറ്റിയിട്ടായിരുന്നു. എന്നിട്ടും ഇവൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തപ്പോഴും അച്ഛൻ അതൊന്നും ഗവനിക്കാതെ എല്ലാം പുറത്ത് മാപ്പാക്കാൻ നിന്ന ആളാണ്. ആ മനുഷ്യനോടാണ് ഇവൾ ഈ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തത്. ഒരു വയ്യാണ്ട് കിടക്കുന്ന ആളുടെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള വിവേകം പോലും ഇവൾക്ക് ഇല്ലാണ്ടായിപ്പോയോ? ആരോ പറയുന്നത് കേട്ട് ഞങ്ങളെയൊക്കെ, ഈ കുടുംബം മൊത്തം സംശയിച്ചവളല്ലേ ഇവളെന്നൊക്കെ പറഞ്ഞിട്ട് വേദേനെ കുറ്റപ്പെടുത്തുന്നു കേട്ടോ. അപ്പോൾ ദീപ്തിയും പറയുന്നുണ്ട്, വേദയുടെ അനിയത്തിയും പറയുന്നുണ്ട്, ചേച്ചീനെ അച്ഛന് വയ്യാന്ന് പറഞ്ഞപ്പോൾ ചേച്ചീനെ ആദ്യം വിളിച്ച് പറഞ്ഞത് ഞാനല്ലേ, അപ്പം ഞാൻ പറഞ്ഞത് പോലും നുണയായിട്ടല്ലേ ചേച്ചി ചിത്രീകരിച്ചത്. എനിക്ക് ചേച്ചിയോട് നുണ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ചേച്ചിക്ക് അപ്പം എന്നെ പോലും വിശ്വാസം ഇല്ലാണ്ടായി പോയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ മുന്നിലും വേദയ്ക്ക് ഉത്തരം മുട്ടുകയാണ് കേട്ടോ. വർഷം അതിൻ്റെ ഇടയിൽ എരിപിരി കയറ്റുന്നുണ്ട്. അമ്മയും പറയുന്നുണ്ട്, നീ എന്താ മോളെ പെട്ടെന്ന്, നിനക്ക് എന്താ പറ്റി? നീ ചെയ്ത തെറ്റ് തിരുത്തി നീ അച്ഛൻ്റെ കൂടെ സന്തോഷമായിട്ട് ഈ വീട്ടിൽ കഴിയുന്ന ദിവസം വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഇനി എങ്ങനെ മോളെ അതൊക്കെ നടക്കാമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ അച്ഛന് തെറ്റിദ്ധരിച്ചു എന്നുള്ളത് സത്യമാണ് അമ്മേ. പക്ഷെ അത് മനസ്സിലായപ്പോൾ ഞാൻ ആദ്യം ഓടി വന്നത് ഇങ്ങോട്ട് തന്നെയല്ലേ. അതെന്തിനായിരുന്നു? എൻ്റെ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്, അച്ഛൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ, എല്ലാം വായ തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് നിനക്കിപ്പോൾ ഒരു സോറി എന്നൊരു വാക്ക് പൊക്കിപ്പിടിച്ച് വന്നു കഴിഞ്ഞാൽ എല്ലാവരും അത് മറക്കുന്നതാണോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദീപ്തിയും അതിന് കൂട്ടുപിടിക്കുന്നുണ്ട്. ദീപ്തിയും പറയുന്നുണ്ട്, അത് ശ്രീയേട്ടൻ പറഞ്ഞത് ശരിയാണ്, അച്ഛന് വയ്യാന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിളിച്ചത് ചേച്ചിയാണ്. കാരണം എനിക്ക് അങ്ങനെ വിളിക്കാൻ തോന്നിയത് എന്ത് ആപത്ത് നമ്മുടെ വീട്ടിൽ സംഭവിച്ചാലും ചേച്ചി ഓടിയെത്തും എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടായിരുന്നു. എല്ലാവരും ചേച്ചീനെ തള്ളി പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ ചേച്ചിയോടുള്ള സ്നേഹം ബഹുമാനമൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അതുണ്ടാവില്ല. എനിക്ക് കൂടപ്പിറപ്പായിട്ട് ഇനി ഒരാൾ മതി, ശ്രീയേട്ടൻ മാത്രം മതി, എനിക്ക് അതേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചോളാം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ദീപ്തി നീ എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്താ പറയേണ്ടത് മുത്തശ്ശി? എൻ്റെ അച്ഛന് ഇങ്ങനെയൊക്കെ പറയുന്ന ആളെ പിന്നെ ഞാൻ എന്താണ് പറയേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട് കേട്ടോ, ആയിക്കോട്ടെ, ഇത്രയൊക്കെ വെറുക്കപ്പെട്ടവളായോ ഞാൻ നിങ്ങൾക്ക്? എന്തൊക്കെ പറഞ്ഞാലും ജില്ലാ ജഡ്ജി ശങ്കരനാരായണൻ്റെ മകൾ തന്നെയാണ് ഞാൻ. നിനക്ക് ഞാൻ ചേച്ചി അല്ലെങ്കിലും നീ എൻ്റെ അനിയത്തി തന്നെ ആയിരിക്കും. ഈ വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ഓടിയെത്തും. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ആശുപത്രിയിൽ പറയാൻ പാടില്ലാത്തത് ഞാൻ പറഞ്ഞു. അതിൻ്റെ കാരണമോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാനുണ്ടായ എന്തുകൊണ്ടാണ് ഞാനതങ്ങനെ ചെയ്തതെന്ന് പോലും ആരും ചിന്തിക്കുന്നില്ലല്ലോ. എന്തൊക്കെ അതിക്രമങ്ങൾ വിക്രമിൻ്റെ നേരെ നടന്നു, അതൊക്കെ ആരാണ് ചെയ്യിച്ചതെന്ന് ഈ വീടിൻ്റെ മുറ്റത്ത് നിന്ന് എനിക്ക് പറയാൻ അറിയാനിട്ടല്ല. ഞാൻ പറയട്ടെ ശ്രീയേട്ടാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകാന്തിനൊരു പേടിയാവുന്നുണ്ട്. അപ്പോൾ വർഷ എടീന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേദന ആട്ടിയിറക്കാൻ നിൽക്കുന്ന ശ്രീകാന്തിനോട് മുത്തശ്ശി പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ വിഷമത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞതാണ്, അല്ലാതെ അത് നടപ്പിലാക്കാൻ നിന്നെ ചുമതലപ്പെടുത്തിയിട്ടൊന്നുമില്ലല്ലോ. വേദ അവളുടെ അച്ഛനെ കണ്ട് മാപ്പ് പറയാനാണ് വന്നതെങ്കിൽ അവളത് പറഞ്ഞിട്ടേ പോവുള്ളൂ, അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വേദയുടെ കൈ പിടിക്കുന്നുണ്ട് മുത്തശ്ശി കേട്ടോ. അപ്പോൾ വേദ കരഞ്ഞുകൊണ്ട് കൈ വിടിയിപ്പിച്ച് പറയുന്നുണ്ട്, വേണ്ട മുത്തശ്ശി, ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അച്ഛനോട് പറഞ്ഞതിനൊക്കെ മാപ്പ് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നത്. പക്ഷേ ഇനി അത് വേണ്ട, ഞാനങ്ങനെ ഒരുമിച്ച് വരുന്ന വേദ തിരിച്ച് വീട്ടിലെത്തിയിട്ട് കമലോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കരഞ്ഞിട്ട് കമല സമാധാനിപ്പിക്കുന്നൊക്കെ കണ്ടിട്ട് വേദേനെ. അപ്പോഴാണ് അവിടേക്ക് വിക്രം വരിക. അപ്പോൾ ഇവൾ കരഞ്ഞിട്ടിരിക്കുന്ന കാണുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, ഇത് കണ്ടിട്ടില്ലാത്തൊരു സീനാണല്ലോ, എന്ത് പറ്റി വേദാളെന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമല പറയുന്നുണ്ട്, നീ കാരണമൊക്കെ ഉണ്ടായത്, പണക്കാരിയായ ഒരു വീട്ടിലത്തെ പെൺകുട്ടീനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അവളുടെ സമാധാനം മുഴുവൻ നശിപ്പിച്ചില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓ, എന്താ ജില്ലാ ജഡ്ജിയെ കാണാൻ പോയോ ഇവളെന്ന് പറയുന്നുണ്ട്. പോയി എന്ന് പറയും. ഇപ്പം കമല പറയുമ്പോൾ പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ആട്ടി ഇറക്കി വിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിൽ കുറച്ച് ഓവറായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമല പറയും, നീ ഒന്ന് നിർത്ത്, അല്ലെങ്കിൽ അവൾ വിഷമിച്ചിട്ടിരിക്കുക, ഇനി നീ കൂടി അതിൻ്റെ സമാധാനം കളയണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് വിക്രം, അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നേരെ പറയുന്നുണ്ട്. അപ്പോൾ കമല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വിക്രം ഇങ്ങനെ വിഷമമായിട്ട് നിൽക്കുന്ന വിക്രമിനെയാണ് കാണിക്കുന്നത്. അതിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ. വിക്രമിന് വിഷമാവുന്നുണ്ട്, വേദനെ ഇങ്ങനെ ആട്ടി ഇറക്കി വിട്ടു, ഫോട്ടോ ഒക്കെ എറിഞ്ഞു പൊട്ടിച്ചു എന്ന് പറയുമ്പോൾ
ഒരു തരത്തിൽ വിക്രമും കൂടി അതിന് കാരണക്കാരനാണല്ലോ. അപ്പോൾ വിക്രമിന് വിഷമാവുന്നുണ്ട് കേട്ടോ. അതിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കിയാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്